ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ടെല്ലാം ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ടു ബസ്സിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ജോലി ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലുക്ക് ഇല്ല എന്നാണ്, ഈ തൊപ്പി വെച്ച് നടക്കാനെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു ചപ്പർത്ത മുടിയാണ് ഒരു രസമില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ ക്യാപ്പ് നൈസായിട്ടിടും. അവൻ്റെ പേര് രൂപേഷ് എന്നാണ് ഗൈസ്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ക്യാപ്പ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഹാഫീസ്, അവന്മാരെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്യാപ്പ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ശല്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് ജോലി ചെയ്ത ഒരു ബസ്സിൻ്റെ ഒരാളിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ബസ്സൊക്കെ ഉള്ള ഒരാളാണ്. ഇവിടെയൊക്കെ ഞാൻ കുറേ ഓട്ടോ ഒക്കെ ഞാൻ ഓടിയിട്ടുള്ളത് ബസ്സിൽ. അപ്പോൾ അങ്ങോട്ട് വിളിക്കുകയാണ്. പ്രകാശ് കമ്പനി എന്നാണ് വിളിച്ചിട്ടുള്ളത്. പ്രകാശ് കമ്പനിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കണം. ഇതാണ് ഈ സാള്, ഇതാണ് എനിക്കറിയത്തില്ല. പക്ഷെ പണ്ട് കണ്ടൊരു ചായയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ആള്. നമുക്കൊന്ന് വേറെ നോക്കി വെക്കാം. നമുക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇത് തന്നെയായിരുന്നു ഗൈസ് ആള്. അപ്പോൾ ആള് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ നമ്മളെ ബസ് ഇന്തോനേഷ്യക്കകത്തൊരു ജോലി ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് പ്രകാശ് കമ്പനിയിൽ വലിയൊരു ആളാണ്, മുതലാളിയാണ്. അപ്പോൾ നമുക്ക് ഇന്തോനേഷ്യയിൽ ജോലി ചെയ്യാനാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ വിസയൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്നും ചെയ്തൊന്നുമില്ല, നമ്മൾ പാർട്ടുകളായിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് അടിക്കാൻ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു മറ്റേ ഇതൊന്നും കാണിക്കത്തില്ല, പെട്ടെന്നൊക്കെ ചെയ്യുന്നൊരു എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ കാണിക്കത്തില്ല, അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം, ഓവറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിനകത്തിരുന്ന് ഒന്നും കൂടെ ആലോചിച്ചിട്ട് കാണാം. നമുക്ക് ഗ്യാരേജിനകത്ത് വണ്ടി കൊണ്ടുവന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എല്ലാ സാലറിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയി നമുക്ക് വണ്ടിയൊക്കെ എടുക്കാം. കീയൊക്കെ നമ്മളതിലുണ്ടല്ലോ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മളെ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോസൊന്നും വരത്തില്ല. ഓക്കെ, നമുക്കൊന്ന് ഷോറൂമിൻ്റെയൊക്കെ ചില പൊട്ടിക്കലൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നീട് ഇടും. ഓക്കെ, ഇതാണ് പോയിന്റ് വന്ന വണ്ടി. നമുക്ക് ഇതിൻ്റെ അകത്ത് ബാഗ് എടുത്ത് വയ്ക്കാം, ഡിക്കിക്കകത്തൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്തോട്ട് നമുക്ക് കയറാം. ഓക്കെ, പിന്നെ ഫൈനലി നമ്മൾ ഫ്രീ വിസയ്ക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് എയർപോർട്ടിൽ എത്തിക്കുകയാണ്. ഓക്കെ, പോയിന്റ് ഇന്നപ്പോഴാണ് ഇതാണ് പ്രകാശ് കമ്പനിയുടെ ഓണറാണ്. നമ്മളെ വെയിറ്റ് ചെയ്തുകൂടെ നിൽക്കുകയാണ്. ഓക്കെ സാർ, ഞാൻ പോയിന്റ് റെഡിയാണ്. ഓക്കെ 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 ഓക്കെ, നമുക്ക് അകത്ത് ചേർത്തിട്ട് ഫയലൊക്കെ നമുക്ക് പൂരിപ്പിച്ചൊക്കെ കൊള്ളണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നൈസായിട്ട് ആ ഫയലൊക്കെ നമുക്ക് പൂരിപ്പിക്കാം. എൻ്റെ വണ്ടി അനങ്ങുന്നില്ല, ഭയങ്കര ഇതുണ്ട്. ഇപ്പം അത്രയൊക്കെ ഇല്ല. പണ്ടത്തെ ലംബോർഗിനി ഊസിൻ്റെ അത്രയും പവറൊന്നും ഇല്ല നമ്മുടെ വണ്ടിക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഫയൽ പൂരിപ്പിച്ചിട്ട് കാണാം. ഓക്കെ സാധനം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മളിതാ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ പ്ലെയിനിൻ്റെ കളറൊക്കെ ഇഷ്ടമുള്ളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ അപ്പുറത്തെ സിറ്റിയോട്ട് നമുക്ക് പോകണം.
അതിന് മുമ്പ് നമുക്ക് നമ്മളെ ബാഗൊന്നും എടുക്കണം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാനിരിക്കും. പിന്നെ ഫ്ലൈറ്റൊക്കെ ഓടിച്ചിട്ട് പരിശീലനമൊക്കെ ഉള്ളതാണ്. ബാഗ് എടുത്തോട്ട് അയക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതാ എയർ ബസ്സിൻ്റെ അകത്തോട്ട് കയറിയാണ്. ബോയിങ് അല്ല, വേറെ സാധാരണ റൺവേ കൂടെ നമുക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈറ്റിൽ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു ഓട്ടവും കാര്യം തന്നെ വന്നപ്പോഴേ കിട്ടിയത് ടെസ്റ്റിംഗ് ഓട്ടോ ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇറക്കുന്നതാണ്. അതിന് മുമ്പേ ഇതൊരു സെഡ് അസ്ത്രയാണ്. ദ ഡീമൻ ഓഫ് ഗാലക്സി എന്നൊക്കെ പറയുന്നൊരു ലിവറിയൊക്കെ അടിച്ചിറങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, വണ്ടിക്കകത്ത് കയറി. എൻ്റെ പൊന്നി, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പ് സാധനമാണ്. ഓക്കെ, ഡ്രൈവ് ടു ബാനുവാങ്കി. അപ്പോൾ ബാനുവാങ്കിയിലോട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയ കാര്യം തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ നല്ല കമൻ്റൊക്കെ തരണം. പിന്നെ ബെസ്റ്റ് ലീഡറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നല്ല റെസ്പോണ്ട് നിങ്ങൾ തരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആദ്യമായിട്ട് കമൻറ്റ് ഇട്ട് മച്ചാന് വരുന്നതിനുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കമൻറ്റ് ഇടുന്നല്ലാതെ ഒരാളും കൂടെ എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ട്. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോയിന് ഞാൻ ഒരു പ്രത്യേക താങ്ക്സ് ഞാൻ പറയുന്നു. ബാക്കിയുള്ളവരങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ പേര് ഞാൻ വെച്ച് ഞാൻ പല വണ്ടികളൊക്കെ ഞാൻ ഇറക്കുന്നതാണ്. അവരെ പേര് വെച്ച് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പേര് വെച്ച് ഞാൻ ഓരോരോ വണ്ടിയിൽ ഞാൻ വേണമെങ്കിൽ ഇറക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയുടെ പേരും പിന്നെ നിങ്ങളാ പേരും കൂടെ കമൻറ്റ് ചെയ്യുക. ബസ്സിൻ്റെ പേരും ഞാൻ വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഓഫ് റോഡ് ഉണ്ട്, ഓഫ് റോഡ് ടയറും പിന്നെ റേസിംഗ് ടയറും അതൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഡോർ ഓപ്പൺ ചെയ്തതിന് അങ്ങനെ കുറേ ഓക്കെ ലൈറ്റൊക്കെ വരുന്നുണ്ടല്ലോ, സെറ്റപ്പാണ്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച ആനിമേഷൻ സ്കീസിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലഗേജ് ബോക്സിൻ്റെ കൊണ്ടാണ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ലഗേജ് ബോക്സ് കണ്ട പ്രകാശ് കമ്പനി എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പ്രകാശിൻ്റെ അത്ര ലൈറ്റ് ഇല്ല മക്കളെ. അത് ബസ്സിനായാലും പ്രകാശ് കമ്പനിയിൽ അത്ര ലൈറ്റുള്ള ഒരു ബസ് ഇവിടെ വളർന്നിട്ടില്ല. എന്താണ് പിന്നെ ഇവിടെ കുറേ കമ്പനികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മാക്സ് ഗെയിമിങ്ങിൻ്റെ കമ്പനി, അവരൊക്കെ ഗ്യാരേജൊക്കെ ഉണ്ട്. എനിക്കൊരു നല്ലൊരു വീടൊക്കെ അവർ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മാക്സ് എന്നാണ് ഇപ്പോൾ പോയെന്നാണ് എനിക്കറിയില്ല. മാക്സ് ആണ് ഇപ്പോൾ വീടൊക്കെ വിട്ട് പോയിട്ടുണ്ട് എന്നാണിപ്പോൾ കേട്ടൊരു അറിവ്. വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ അകത്തത്തെ ലൈറ്റൊക്കെ വേണം. കണ്ട ഇത്ര നേരമില്ലാതെ ലൈറ്റ് ഒന്നും ഉണ്ടാകത്ത്. അതാണ് മക്കളെ പ്രകാശിൻ്റെ പൊളിപ്പൻ. നമുക്ക് മോഡായതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പുറത്തത്തെ ലൈറ്റൊന്നും നമുക്ക് വയ്ക്കാനൊന്നും പറ്റത്തില്ല. ബസ്സിൽ നിങ്ങൾ നല്ല റെസ്പോൺസ് ആയിരുന്നുകൊണ്ട് എൻ്റെ മക്കളെ എക്സ്ട്രാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ.